അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം, വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് പേഴ്സണാലിറ്റി എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ അപ്രോച്ചുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡൊമൈൻസുകളാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ പേഴ്സണാലിറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുക, ഇത്തരം കാര്യങ്ങളാണ്. അതായത് നമ്മൾ ജസ്റ്റ് കൂടുതൽ ഡെപ്തിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ആ ഡൊമൈൻസ് മാത്രം പറയുന്നു. ഡൊമൈൻസ് മീൻസ് അപ്രോച്ചസ് മാത്രം പറയുന്നു. ദെൻ ബാക്കി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ഡൊമൈൻസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിലാണ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ. ദെൻ അപ്പൊ പേഴ്സണാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ളത്, അല്ലെ? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ച് കൺസിസ്റ്റന്റ് ആയി നമ്മൾ ആൾക്കാരോട് ഇടപെടുന്ന ചില രീതികളുണ്ട്, അല്ലെ? നമ്മൾ കുറച്ചൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടപെടുന്ന രീതികളുണ്ട്. ആ രീതികളെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എന്താണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഇംപ്രഷൻ, അല്ലെ? അതായത് ഒരാൾക്ക് മുന്നിൽ നമ്മൾ കൊടുക്കുന്ന ആ ഇംപ്രഷനൊക്കെ നമുക്ക് എന്ത് പറയാം? പേഴ്സണാലിറ്റി എന്ന് പറയാം, അല്ലെ? നമ്മൾ ചിലരെ കാണുമ്പോൾ പറയാറുണ്ട്, ഓ അയാൾക്ക് നല്ല പേഴ്സണാലിറ്റി ആണല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ആൾക്കാരോട് ഇടപെടുന്ന രീതികളെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ഇനി നമുക്ക് വേറൊരു കാര്യം പറയാമെങ്കിൽ, ഇവിടെ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? അതൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. എന്താണ് ആ ലാറ്റിൻ വേർഡ് എന്ന് പറയുന്നത്? ഏതാണ്? പേഴ്സോണ, അല്ലെ? പേഴ്സോണ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന ആ ഒരു വേർഡ് വന്നിട്ടുള്ളത്. ഓക്കെ. എന്താണ് അപ്പൊ ഈ പേഴ്സോണ എന്ന് പറയുന്നത്? പേഴ്സോണ എന്ന് പറയുന്നത് പേഴ്സോണ വാസ് എ മാസ്ക് വോൺ ബൈ എൻ ആക്ടർ. ഇപ്പൊ മാസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആണ്, അല്ലെ? പണ്ട് ഗ്രീക്ക് പുരാതന കലാകാരൻ, അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള കലാകാരന്മാരൊക്കെ ധരിച്ചിരുന്ന ആ ഒരു മാസ്കിനെയാണ് പേഴ്സോണ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡ് പേഴ്സോണ എന്നാണ് ആ ഒരു വേർഡ് വന്നിട്ടുള്ളത്. എന്താണ് പേഴ്സോണ? പേഴ്സോണയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്ക്, അല്ലെ? അപ്പം ഇപ്പൊ നമുക്കൊരു ഏകദേശം മനസ്സിലായിടാവും വാട്ട് ഈസ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞപ്പോ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് എ സ്റ്റേബിൾ വേ ഓഫ് തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിങ്, അല്ലെ? അതായത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഫീൽ ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? പേഴ്സണാലിറ്റി എന്ന് പറയാം. പേഴ്സണാലിറ്റി റെഫേഴ്സ് ടു എ പേഴ്സൺസ് ഡിസ്റ്റിങ്റ്റീവ് പാറ്റേൺ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിങ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പേഴ്സണാലിറ്റി എന്താന്ന് പറഞ്ഞു. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ലാറ്റിൻ വേർഡ് പേഴ്സോണ. ഓക്കെ. ഇനി ക്യാരക്ടർ ആൻഡ് ടെമ്പറമെന്റ്, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെ? ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറയും അയാളുടെ ക്യാരക്ടർ ആണ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി ക്യാരക്ടർ അല്ല പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടെമ്പർമെന്റ് ആണ്. ടെമ്പർമെന്റ് ആണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലൊക്കെ പേഴ്സണാലിറ്റി പറയും നമ്മൾ ടെമ്പർമെന്റ് തന്നെയാണ്. അതായത് കുട്ടികളിലെ പേഴ്സണാലിറ്റി ടെമ്പർമെന്റ് ആണ്. അതായത് ഒരു 18 വയസ്സിന് ശേഷമൊക്കെയാണ് നമുക്കൊരു വ്യക്തിത്വ വികസനം, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം രൂപപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? പേഴ്സണാലിറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടികളിൽ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്? ടെമ്പർമെന്റ് എന്നുള്ളത്. അതായത് ഒരു 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പേഴ്സണാലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, അതായത് ക്യാരക്ടർ അല്ല പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടെമ്പർമെന്റ് ആണ് ശരിക്കും എന്ത് പറയുന്നത്? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഡൊമൈൻസ് ഇൻ ദ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി. ഡൊമൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ പേഴ്സണാലിറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് പറ്റുക?
അല്ലെങ്കിൽ അപ്രോച്ചസ് എന്നും പറയാം കേട്ടോ, അപ്രോച്ചസ് എന്നും പറയാം. അതായത് ഈ പേഴ്സണാലിറ്റിനെ കുറിച്ച് നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാം, അതാണ് നമ്മൾ ഡൊമൈൻസ് എന്ന് പറയുന്നത്. ഡൊമൈൻസ്, അതായത് ഡൊമൈൻസ് ഇൻ ദ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി. പല കാര്യങ്ങളും ഇപ്പൊ ഇതിൽ ഈ ഡൊമൈൻസ് കാണുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്പൊസിഷൻ ഡൊമൈൻ നമുക്ക് അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല. ദ നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സൈക്കോ ഡൈനാമിക് ഡൊമൈൻ. സൈക്കോ ഡൈനാമിക് ഡൊമൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരും ഓർമ്മ വരേണ്ടത്? ഫ്രോയിഡിനെയും അതുപോലെ തന്നെ ഫ്രോയിഡിന്റെ ശിഷ്യന്മാരെയും നമുക്ക് ഓർമ്മ വരേണ്ടത്. സൈക്കോ ഡൈനാമിക് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരേണ്ടത് ആരെയാണ്? ഫ്രോയിഡിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഫ്രോയിഡിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ സൈക്കോ ഡൈനാമിക് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ആളാണ് ഫ്രോയിഡ്. ഫ്രോയിഡും ഫ്രോയിഡിന്റെ ശിഷ്യന്മാരുമാണ് സൈക്കോ ഡൈനാമിക് ഡൊമൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹ്യൂമനിസ്റ്റിക് ആൻഡ് എന്താ പറയാ, എക്സിസ്റ്റൻഷ്യൽ ഡൊമൈൻ. ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ഡൊമൈൻ നമ്മൾ കാൾ റോജേഴ്സിനെ കുറിച്ചിട്ട് അബ്രഹാം മാസ്ലോനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അവരൊക്കെയാണ് ഇവിടെ വരുന്ന ആൾക്കാർ. അവരുടെയൊക്കെ തിയറീസ് ആണ് ഇവിടെ വരുന്നത്. ആരൊക്കെയാണ്? നമ്മൾ കാൾ റോജേഴ്സിന്റെ തിയറി അല്ലെ. നമ്മൾ ഓൾറെഡി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഒന്നും കൂടെ ഒക്കെ ഒന്നത് ഓർത്തു വയ്ക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇവിടെ വരുന്നത് കാൾ റോജേഴ്സിന്റെ തിയറി, അതുപോലെ തന്നെ ആരാണ്? മാസ്ലോന്റെ തിയറി ഒക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. നമ്മൾ ഓരോ ഡൊമൈൻസും നമ്മൾ ഇപ്പൊ തന്നെ നമുക്ക് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഏകദേശം നമുക്ക് ഒരു ധാരണ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ഈ വീഡിയോയില് ഫസ്റ്റ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു പോകുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ സൈക്കോ ഡൈനാമിക് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് ഫ്രോയിഡ്, അതുപോലെ തന്നെ ഫ്രോയിഡിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് ഓർമ്മ വേണ്ടത്. ദെൻ ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ഡൊമൈൻ എന്ന് പറയുമ്പോൾ കാൾ റോജേഴ്സിന്റെ തിയറി, മാസ്ലോ ഒക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ കോഗ്നിറ്റീവ്, ദെൻ ബയോളജിക്കൽ ഡൊമൈൻ, സോഷ്യോ കൾച്ചറൽ ഡൊമൈൻ. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഡൊമൈൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ ഡിസ്പോസിഷണൽ ഡൊമൈൻ, സൈക്കോ ഡൈനാമിക് ഡൊമൈൻ, ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ഡൊമൈൻ, ബിഹേവിയറൽ ആൻഡ് സോഷ്യോ കോഗ്നിറ്റീവ് ഡൊമൈൻ, ബയോളജിക്കൽ ഡൊമൈൻ, സോഷ്യോ കൾച്ചറൽ ഡൊമൈൻ. ലാസ്റ്റ് രണ്ട് ഡൊമൈൻസ് അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കും. ഇനി അടുത്ത നമുക്ക് ഓരോ ഡൊമൈൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സൈക്കോ ഡൈനാമിക് ഡൊമൈൻ. നമ്മൾ പറഞ്ഞു ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലെ. ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്? സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഓർക്കേണ്ട കാര്യം എന്താണ്? മോഡേൺ സൈക്കോളജിയുടെ പിതാവ് അല്ലെ, ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി, സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലെ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് കിട്ടി, ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി അല്ലെ. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ് എന്ത്? സൈക്കോ അനലറ്റിക് തിയറി. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ് സൈക്കോ അനലറ്റിക് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആൾഡറിന്റെ തിയറിയാണ്, ആൾഡറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജി. ആൾഡറിന്റെ തിയറി നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ആൾഡറിന്റെ ആണ് ഇൻഡിവിജ്വൽ സൈക്കോളജി. നെക്സ്റ്റ് വൺ വരുന്നത് കാൾ യുങ്ങിന്റെ ആണ്. അതായത് നമ്മളുടെ ഫ്രോയിഡിന്റെ ആദ്യത്തെ ശിഷ്യനായിരുന്നു കാൾ യുങ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തിയറിയാണ് അനലിറ്റിക്കൽ സൈക്കോളജി. ദെൻ അതിൽ ഒരുപാട് തിയറികൾ വരുന്നുണ്ട്. സൈക്കോ ഡൈനാമിക് ഡൊമൈൻസിൽ ബാക്കി ഒരുപാട് തിയറികൾ വരുന്നുണ്ട്. നോക്കിക്കോളൂ, എന്താ ഹോർണയുടെ തിയറി ഉണ്ട്, ഒബ്ജക്റ്റീവ് റിലേഷൻസ് തിയറീസ് ഉണ്ട്, ഫ്രോമിന്റെ തിയറീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തിയറികൾ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ എന്താ 3 തിയറികൾ നമ്മൾ നോക്കുക കേട്ടോ. ആ പേരുകൾ നമ്മൾ ആ കണക്ഷൻസ് നോക്കി വെക്കുക. ഫ്രോയിഡ്, സൈക്കോ അനലറ്റിക് തിയറി, അതുപോലെ തന്നെ ആൾഡറിന്റെ. അങ്ങനെ നമ്മൾ ആ തിയറികൾ ജസ്റ്റ് ഒന്ന് ആ കണക്ഷൻ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇനി നെക്സ്റ്റ് തിയറി, നെക്സ്റ്റ് ലേണിംഗ് തിയറി ആണ്. ലേണിംഗ് തിയറീസ് നമുക്കറിയാം, സ്കിന്നറിന്റെ ബിഹേവിയറൽ തിയറി, ബെന്തുരയുടെ സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി. അടുത്ത ആൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, റോട്ടർ മിഷേലാണ് കൊഗ്നിറ്റീവ് സോഷ്യൽ ലേണിംഗ് തിയറി. ജസ്റ്റ് ആ പേരുകളൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. ലേണിംഗ് തിയറികൾ ആരൊക്കെയാണ്? സ്കിന്നറിന്റെ ബിഹേവിയറൽ അനാലിസിസ്, ബെന്തുരയുടെ സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി, റോട്ടർ മിഷേലിന്റെ കൊഗ്നിറ്റീവ് സോഷ്യൽ ലേണിംഗ് തിയറി. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് തിയറീസ് ആണ്. ടൈപ്പ് നമ്മൾ പറയില്ലേ, ഓ ഒരു ടൈപ്പാണ് അല്ലേ, ഇയാളൊരു ടൈപ്പാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. ടൈപ്പ് തിയറീസ് എന്നാണ് പറയാം. ടൈപ്പ് തിയറീസ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ അതില് ഹിപ്പോക്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഷെൽഡന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്രഷ്മറിന്റെ ടൈപ്പോളജി തിയറി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സൈക്കോളജിയിൽ വന്നിട്ടുള്ള തിയറിയാണ് ടൈപ്പ് ABCD എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറികൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് യുങ്ങിന്റെ ടൈപ്പ് തിയറീസ് ഉണ്ട്. നമ്മൾ കാൾ യുങ്ങിനെ കുറിച്ച് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ആളുടെ ടൈപ്പ് തിയറികൾ. ഇത്രയാണ് നമുക്ക് ടൈപ്പ് തിയറീസ് വരുന്നത്. എപ്പോഴും ഒന്ന് ഓർത്തു നോക്കാം, നമ്മൾ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് പേഴ്സണാലിറ്റിയുടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പേഴ്സണാലിറ്റിനെ കുറിച്ച് നമുക്ക് ഡിഫറെന്റ് അപ്രോച്ചസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം അതിനെ കുറിച്ചിട്ട് ഏതൊക്കെ അപ്രോച്ചുകളാണ്, ഏതൊക്കെ ഡൊമൈൻസ് ആണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഓരോന്നും എന്താ പറയാ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മൾ ഏതൊക്കെ തിയറീസ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുന്നു, ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്പ് തിയറീസ് കണ്ടു. ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതില് ഫസ്റ്റ് വൺ ഹിപ്പോക്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ബോഡി ഫ്ലൂയിഡിനനുസരിച്ചിട്ടാണ് ഹിപ്പോക്രേറ്റ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സാങ്ക്വിൻ ടൈപ്പ് ഉണ്ട്, കോളറിക് ടൈപ്പ് ഉണ്ട്, മെലങ്കോളിക്, അതുപോലെ തന്നെ പ്ലെഗ്മാറ്റിക് ടൈപ്പ്. ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് പോകണം എന്നല്ല പറയുന്നത്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് ഈ ഒരു ബോഡി ഫ്ലൂയിഡിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത അത് ആരാണ്, അപ്പൊ നമുക്ക് ഹിപ്പോക്രേറ്റ്സ് എന്ന് പറയാൻ കിട്ടണം. അതുപോലെ തന്നെ ആ ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെ ആ ഒരു നെയിമുകൾ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെയാണ് ആ ഫണ്ടമെന്റൽ പേഴ്സണാലിറ്റി ടൈപ്പുകൾ ഏതൊക്കെയാണ്, അപ്പൊ അതിൽ നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു ടേമുകളോട് മാത്രം ഫെമിലിയർ ആയിട്ടിരിക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടെന്നല്ല, നമുക്ക് എന്നാലും നമുക്ക് ആ ടേമുകളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ആ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ നമുക്ക് കടന്നു പോരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഹിപ്പോക്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുക. അതിൽ നമ്മൾ പറഞ്ഞു 4 ഫണ്ടമെന്റൽ പേഴ്സണാലിറ്റി ടൈപ്പ് ആണ്. സാങ്ക്വിൻ, അതുപോലെ തന്നെ കോളറിക്, ദെൻ മെലങ്കോളിക്, അതുപോലെ തന്നെ പ്ലെഗ്മാറ്റിക്. അങ്ങനെ ബോഡി ഫ്ലൂയിഡിന്റെ ബേസിലാണ് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ടേമുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ടേമുകൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ അത്രേ ചോദിക്കുള്ളൂ, അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഒന്നും പോവില്ല, അങ്ങനെ പോവാൻ സാധ്യതയില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ആ ഒരു എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കും. അടുത്തത് വരുന്നത് ഷെൽഡന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അവിടെ കണ്ടോ, നമ്മളുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടാണ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ബോഡി ടൈപ്പുകൾ കണ്ടാൽ തന്നെ അറിയാം അല്ലെ, എന്താണ് എക്ടോമോർഫ്, മീസോമോർഫ്, എൻഡോമോർഫ്. എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, തടിയുള്ള ആൾ. എക്ടോമോർഫ് എന്ന് പറഞ്ഞാൽ തീരെ മെലിഞ്ഞ ബോഡി ടൈപ്പ്. മീസോമോർഫ് എന്ന് പറഞ്ഞ എന്താ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ടൈപ്പ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർമ്മിക്കുക കേട്ടോ. ഷെൽഡന്റെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടാണ് അവിടെ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 3 ടൈപ്പാണ്. ആ പേരുകൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ടേമുകൾക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അടുത്ത ടൈപ്പ് നമുക്ക് ക്രഷ്മറിന്റെ ടൈപ്പോളജി തിയറി ആണ്. അതിൽ നമ്മൾ ഇതുപോലെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആസ്തെറ്റിക്, അത്ലറ്റിക്, പിക്നിക്, അതുപോലെ തന്നെ ഡിസ്പ്ലാസ്റ്റിക്. 4 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ ടൈപ്പിന്റെയും പ്രത്യേകതകൾ അവിടെ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആസ്തെറ്റിക് എന്ന് പറയുമ്പോൾ എന്താ, തിൻ, സ്മോൾ, വീക്ക്, ആ ഒരു അവിടെ ഒരു അപ്പിയറൻസ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത്ലറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത്ലറ്റിക് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്പോർട്സിലൊക്കെ എങ്ങനെയായിരിക്കും നമുക്കറിയാം, മെസ്കുലാർ ആണ്, ലാർജ് ബോണ്ട് ടൈപ്പ് അല്ലെ, അതാണ് അത്ലറ്റിക് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ടൈപ്പും നോക്കി വെക്കുക. എന്താ പറയാ, കശ്മീറിന്റെ ക്ലാസിഫിക്കേഷനിൽ 4 ടൈപ്പാണ്, ആസ്തെറ്റിക്, അത്ലറ്റിക്, പിക്നിക്, ഡിസ്പ്ലാസ്റ്റിക്. ഇങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, ഇതൊക്കെ വരുന്നത് എന്തിന്റെ കീഴിലാണ്, ടൈപ്പ് തിയറിയുടെ കീഴിലാണ് ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ യുങ്ങിന്റെ തിയറി ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സൈക്കോ ഡൈനാമിക് തിയറി പഠിക്കുന്ന സമയത്ത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്ര മാത്രം നോക്കി വെക്കുക. 2 ടൈപ്പാണ്, 2 ടൈപ്പ് പേഴ്സണാലിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത് കാൾ യുങ്. ഒന്ന് എക്സ്ട്രോവേർഷനും ഒന്ന് ഇൻട്രോവേർഷനും കേട്ടോ. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും.
ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ തിയറികൾ നമ്മൾ സൈക്കോ ഡൈനാമിക് തിയറിയിൽ ഫ്രോയിഡിന്റെ കാളിയുടെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയൂ കേട്ടോ. ഇപ്പൊ ആ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് മാത്രം നോക്കി വെക്കുക. എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ അത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കിട്ടണം. ഓക്കെ, 1921 ആളുടെ ഒരു ബുക്കിലാണ് ഈ ഒരു എന്താ പറയാ രണ്ട് പേഴ്സണാലിറ്റികൾ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേഴ്സണാലിറ്റീസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഇത്രയും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പുതിയതായിട്ട് നമുക്ക് സൈക്കോളജിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റി ടൈപ്പുകളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് അത്ര ഡീറ്റെയിലിംഗിലേക്ക് അതിന്റെ ഒരു എന്താ പറയാ ഉള്ളോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ സ്ലൈഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈപ്പ് തിയറികളെ കുറിച്ചാണ്. ടൈപ്പിലെ ഹിപ്പോക്രേറ്റ്സിന്റെ നമ്മൾ പറഞ്ഞു, ഷെൽഡൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, ഷെൽഡന്റെ പറഞ്ഞു, ദെൻ ക്രെച്ച്മറിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദെൻ കാൾ യുങ്ങിന്റെ പറഞ്ഞിട്ടുണ്ട്, ദെൻ ടൈപ്പ് ABCD നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രേറ്റ് തിയറികളാണ്. ട്രേറ്റ് തിയറികൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ട്രേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരിക ആരെയാണ്? ഗോൾഡൻ ആൽപോർട്ടിനെയാണ്. ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറി വളരെ ഫേമസ് ആണ് അല്ലെ, എല്ലാവർക്കും അറിയാം. ദെൻ കാറ്റല് അല്ലെ, കാറ്റലിന്റെ തിയറി ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. കാറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ. ട്രേറ്റ് തിയറികൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ആൾപോർട്ടിന്റെ ട്രേറ്റ് തിയറി, അതിൽ കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡറി ട്രേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. അടുത്തത് എന്താണ്? കാറ്റലിന്റെ ട്രേറ്റ് തിയറികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇതുപോലെ തന്നെ 4 ട്രേറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. കോമൺ ട്രേറ്റ്, യുണീക്ക് ട്രേറ്റ്, സർഫസ് ട്രേറ്റ്, സോഴ്സ് ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകും കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. പിന്നെന്താ? ഐസെങ്കിന്റെ ഹയറാർക്കിയൽ തിയറി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രേറ്റ് തിയറിയിൽ പ്രധാനമായിട്ടും വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ട്രേറ്റ് തിയറി എന്ന് പറയുമ്പോൾ ഈ 3 പേര് ഓർക്കുക: ആൽപോർട്ട്, കാറ്റൽ, ഐസെങ്ക്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോവാന്ന് ചിന്തിക്കരുത്. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ആദ്യത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നത്. ഓരോ തിയറികളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ജസ്റ്റ് ഇങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നത് എന്താ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒതുങ്ങി വരുന്ന വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്നതാണ് കാൾ റോജേഴ്സിന്റെ സെൽഫ് തിയറി, എബ്രഹാം മാസ്ലോയുടെ തിയറി. ഇത് രണ്ടുമാണ് എന്ത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനകത്ത് വരുന്നത്. അതായത് കാൾ റോജേഴ്സിന്റെ സെൽഫ് തിയറിയും എബ്രഹാം മാസ്ലോയുടെ ഹോളിസ്റ്റിക് ഡൈനാമിക് തിയറി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിൽ നമുക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു പേഴ്സണാലിറ്റി എന്താന്ന് പറഞ്ഞു. ഡൊമൈൻസ്, ഡൈനാമിക്സ് അല്ല, ഡൊമൈൻസിൽ നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിൽ ഒന്നും കൂടെ ഞാൻ പറയാം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് സൈക്കോ ഡൈനാമിക് ഡൊമെയിൻ, നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 3 പേര് പഠിക്കും: സിഗ്മണ്ട് ഫ്രോയിഡ്, ഓൾഡർ, അതുപോലെ തന്നെ കാൾ യുങ്. ഓക്കെ, ഓൾഡറിന്റെ ജസ്റ്റ് ആ ടേം മാത്രം അറിഞ്ഞാൽ മതിയെങ്കിലും സിഗ്മണ്ട് ഫ്രോയിഡും കാൾ യുങ്ങും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് ലേണിംഗ് തിയറീസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ടൈപ്പ് തിയറിയിൽ നമ്മൾ ഇനി കാര്യമായിട്ട് പറയില്ല, കാരണം ഇതിൽ ഇത്രേ വേണ്ടു. ഇതിൽ കാൾ യുങ്ങിന്റെ ടൈപ്പ് തിയറി മാത്രമാണ് നമ്മൾ ഇനി എക്സ്പ്ലനേഷനിലേക്ക് പോവുള്ളൂ. ബാക്കി ഹിപ്പോക്രേറ്റ്സ്, ഷെൽഡൻ, ക്രെച്ച്മർ, അതുപോലെ തന്നെ ടൈപ്പ് ABCD, ഇത് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങൾ തന്നെയാണുള്ളൂ. ഇനി ഇതിൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവില്ല കേട്ടോ. അതായത് ഹിപ്പോക്രേറ്റ്സിന്റെ ഈ ഒരു 4 ബോഡി ടൈപ്പ്, ഷെൽഡന്റെ ഈ ഒരു 3 ബോഡി ടൈപ്പ്, അതുപോലെ തന്നെ ക്രെച്ച്മറിന്റെ ഈ ഒരു 4 ബോഡി ടൈപ്പ്. ഓക്കെ, പക്ഷെ കാൾ യുങ്ങിന്റെ ഈ ടൈപ്പ് തിയറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, ട്രേറ്റ് തിയറി. ട്രേറ്റ് തിയറി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് 3 പേരാണ് നോക്കേണ്ടത്: ഓൾപോർട്ട്, കാറ്റൽ, ഐസെങ്ക്. 3 പേരെ തിയറികൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കാണും. അതുപോലെ തന്നെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചും.
അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് വിചാരിച്ചിട്ടുള്ളത്. ഇത് ജസ്റ്റ് ആ ഡൊമൈൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഏതൊക്കെ ഡൊമൈൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏതൊക്കെ പേഴ്സണാലിറ്റി അപ്രോച്ചുകളാണ് കാണാൻ പറ്റുക എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പേഴ്സണാലിറ്റി എന്താന്നുള്ളതാണ്. അത് വന്ന വേർഡ് പേഴ്സോണ, ദെൻ നമുക്ക് ഏതൊക്കെ അപ്രോച്ചുകൾ ഉണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ബാക്കി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സൈക്കോ അനലറ്റിക് തിയറി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലറ്റിക് തിയറി ആണ്. ദെൻ കാൾ യുങ്ങിന്റെ എക്സ്ട്രോവേർഷൻ ഇൻട്രോവേർഷൻ പഠിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ട്രേറ്റ് തിയറികളിലോട്ട് പോവും. ട്രേറ്റ് തിയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിലോട്ട് പോവും. ഇത്രയാണ് നമുക്ക് ആ ഒരു ജേർണിയിൽ ഇനി വരാനുള്ളത്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് അതിന് മെഷർമെന്റ് ടെക്നിക്കുകളൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മളുടെ ടോപ്പിക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.